ഇത് കണ്ടാൽ തോന്നും കാനഡയിലെ മുഴുവനും കാർ ഇവിടെയാണ് പാർക്ക് ചെയ്തിരിക്കുന്നതെന്ന്. പക്ഷേ അതല്ല കേട്ടോ, ഇത് ടൊറൻറ്റോ സൂ ആണ്. ഇവിടെ ഇപ്പം മിക്ക പിള്ളേർക്കും സമ്മർ ബ്രേക്ക് ആട്ടോ, അതിൻ്റെ ഒരു തിരക്കാട്ടോ ഈ കാണുന്നേ. ടിക്കറ്റ് കൗണ്ടറിലൊന്നും അധികം തിരക്കുണ്ടായിരുന്നില്ല. അപ്പോൾ ഭാഗ്യത്തിന് പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടിയിട്ടോ. പിന്നെ ഞാനും എൽദവും ഈ അടുത്ത് കനേഡിയൻ സിറ്റിസൺസ് ആയതുകൊണ്ട് ഞങ്ങൾക്കൊരു ഓഫർ ഉണ്ട് കേട്ടോ. അതായത് കനേഡിയൻ സിറ്റിസൺസ് ന്യൂലി ആയവർക്ക് 1 വർഷത്തേക്ക് കനു എന്ന് പറഞ്ഞൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. ആ ആപ്പ് ഡൗൺലോഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് മിക്ക പാർക്സും കനേഡിയൻ അട്രാക്ഷൻസും ഫ്രീ ആയിട്ട് കാണാൻ സാധിക്കും കേട്ടോ. അപ്പോൾ ഈ അടുത്ത് ആരെങ്കിലും കനേഡിയൻ സിറ്റിസൺസ് ആയെങ്കിൽ ഈ ആപ്പ് മാൻഡേറ്ററി ആയിട്ട് യൂസ് ചെയ്തോളൂ കേട്ടോ. പിന്നെ ആപ്പ് ഉണ്ടെങ്കിൽ അവർ മെയിനായിട്ട് നമുക്കുള്ളോട് പ്രൂഫായിട്ട് നമ്മുടെ ID ചോദിക്കും. അപ്പോൾ ID എന്താണെങ്കിലും എടുക്കാൻ മറക്കരുത്. ഞാനൊരു മെയിൻ കാര്യം പറയാൻ വിട്ടുപോയേ. സോ ഹലോ ലവ് ബേർഡ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എങ്ങനെയാ പരിപാടി തുടങ്ങുമല്ലേ? ഈ വർഷത്തെ സമ്മറിന് ഭയങ്കര തീയാണ്. പൊള്ളുന്ന വെയിൽ, അതിനൊരു ക്ഷാമവും ഇല്ല. ഞങ്ങൾ ഏതാണ്ട് എൻട്രി പോയിന്റ് കഴിഞ്ഞപ്പോൾ മാപ്പ് നോക്കിയിട്ട് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന്. അങ്ങനെ ഞങ്ങളൊരു റാൻഡം ഡയറക്ഷൻ ചൂസ് ചെയ്തു കേട്ടോ. സംടൈംസ് അഡ്വെഞ്ചർ ഈസ് ഗെറ്റിംഗ് ലോസ്റ്റ് എന്നല്ലേ. ടിക്കറ്റ് കൗണ്ടറിൽ തിരക്കില്ലെങ്കിലും അത്യാവശ്യം നല്ല തിരക്കായിരുന്നു കേട്ടോ ഉള്ളിൽ. ഞങ്ങൾ ആദ്യം തന്നെ വന്നത് ഇൻഡോ മലയ സോൺ എന്ന് പറഞ്ഞ സോണിലാട്ടോ. നമുക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും സൂ ഒക്കെ നല്ലോണം അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്, നല്ല രീതിയിൽ അവരത് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ കുറച്ചും കൂടി എനിക്ക് തോന്നി കുറച്ചും കൂടി ഒരു നല്ലൊരു ഡയറക്ഷൻസ് കൊടുത്തിരുന്നെങ്കിൽ നമുക്ക് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം എവിടെ എൻഡ് ചെയ്യണം അങ്ങനെ കുറച്ചും കൂടി മനസ്സിലായേനെ. ഭയങ്കര വെയിലുള്ളത് കൊണ്ടാണ് ചിലയിടത്തൊക്കെ നമ്മൾ ചുറ്റും നോക്കുവാണെങ്കിൽ തന്നെ മൃഗങ്ങളൊക്കെ ഒളിച്ചിരിക്കുമായിരുന്നു കേട്ടോ തണലത്ത്. ഹെൽത്തുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമല്ലാത്ത ഒരു ജീവി എന്ന് പറഞ്ഞത് ഒരു പാമ്പാണ്. അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് പ്രത്യേകിച്ച് ഇഷ്ടമോ അനിഷ്ടമോ അങ്ങനെയൊന്നുമില്ല. പക്ഷേ എനിക്ക് ഫോണിൽ പാമ്പിനെയൊക്കെ കാണിച്ചു തന്നാലും ഞാൻ അത്രയും പേടിക്കുകയൊന്നുമില്ല. പക്ഷേ എൽദോ അങ്ങനെയല്ല കേട്ടോ. ഫോണിലൊരു പാമ്പിൻ്റെ ഒരു ഫോട്ടോ വീഡിയോ എന്തെങ്കിലും കണ്ടാൽ അവൻ പെട്ടെന്ന് ഫോൺ അങ്ങ് തട്ടിക്കളയും, കണ്ണൊക്കെ അടയ്ക്കും. അവന് ഭയങ്കര പേടിയാണ്. ഇവിടെ പൈത്തോണിനെ കണ്ടപ്പോൾ എൽദോ അടുത്തേക്ക് പോലും വന്നില്ല കേട്ടോ. എൽദോ ദൂരെ നിന്നിട്ട് ഞാൻ വരില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനത്തെ എന്തെങ്കിലും ഫോബിയ ഉണ്ടോ? നമ്മളിനി അടുത്ത് പോകാൻ പോകുന്ന ആഫ്രിക്കൻ സോണിലാട്ടോ. അവിടെ എന്തൊക്കെ ഉണ്ടെന്ന് പോലും ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഇതൊക്കെ ഫണ്ണല്ലേ. ഇതൊക്കെ കുറേ ദൂരം ഉണ്ട് കേട്ടോ നടക്കാനായിട്ട്. ഞങ്ങൾക്ക് മാക്സിമം ഇത് മുഴുവൻ നടക്കാനെടുത്തത് തന്നെ 2 മണിക്കൂർ എടുത്തായിരുന്നു. ഇവിടെ മിക്ക പേരൻസും അവരുടെ 2-3 ടോഡ്ലേഴ്സിനെ സ്ട്രോളേഴ്സിൽ ഉന്തിക്കൊണ്ട് പോകണ തന്നെ കാണുമ്പോൾ നമുക്ക് ആശ്ചര്യമാവും കേട്ടോ. കാരണം നമ്മളെക്കൊണ്ട് തന്നെ നടക്കാൻ പറ്റുന്നില്ല. ഇവർ ഈ 2-3 പിള്ളേരെയും ഉന്തിക്കൊണ്ട് അവർ ഇത്രയും നടക്കുന്നുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ തന്നെ നമുക്കൊരു ഭയങ്കര ഒരു പോസിറ്റീവ് ഫീലിംഗ് ആട്ടോ. ഇത് ഞാൻ കണ്ടപ്പോൾ ആദ്യം മാനാന്ന് വിചാരിച്ചെങ്കിലും ഇത് എന്തോ ഒരു ടൈപ്പ് ഓഫ് മാനായിരുന്നു കേട്ടോ. ഈ പക്ഷീനെ കണ്ടപ്പോൾ ഭയങ്കര വെറൈറ്റി ആയിട്ട് തോന്നി കേട്ടോ. നല്ല ക്യൂട്ടും നല്ല രസമുണ്ടായിരുന്നു ഇതിനെ കാണാൻ. അതിൻ്റെ തലയിൽ തന്നെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പൂ പോലത്തെ ഒരു സാധനം. ജിറാഫിനൊക്കെ കണ്ടിട്ട് എനിക്ക് പണ്ടത്തെ എക്സൈറ്റ്മെൻ്റ് ഒന്നും ഇല്ല കേട്ടോ. പക്ഷേ ഞാനിവിടെ അടുത്ത കുഞ്ഞു പിള്ളേരെയൊക്കെ നോക്കുമ്പോൾ അവർ ഭയങ്കര എക്സൈറ്റഡായി കൈയൊക്കെ വീശി കാണിക്കുന്നു. അവർ ഭയങ്കര ഹാപ്പിയാട്ടോ. അപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മളിതൊക്കെ കുറേ കണ്ടതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഇതിലൊരു ഒത്തിരിയായിട്ട് ഒന്നും തോന്നാനില്ല. എൻ്റെ പാരൻസ് എന്നെ എല്ലായിടത്തും ഇങ്ങനെ ട്രിപ്പ് കൊണ്ടുപോകുമായിരുന്നു കേട്ടോ. ഞാൻ ചെറുതായിരുന്നപ്പോൾ എന്നെ കുറേ ഇങ്ങനെ മൈസൂർ, തൃശ്ശൂർ അങ്ങനെ കുറേ സ്ഥലത്ത് തന്നെ ഇങ്ങനെ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കാണേണ്ട സ്ഥലമൊക്കെ മിക്കതും കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ഇങ്ങനത്തെയൊക്കെ സ്ഥലങ്ങൾ ഒട്ടും എക്സൈറ്റ് ചെയ്യിക്കുന്നില്ല കേട്ടോ. നാട്ടിലെ പോലെ അല്ല കേട്ടോ ഇവിടുത്തെ സൂ കുറച്ചും കൂടി ഓപ്പൺ ഏരിയ കൺസെപ്റ്റാണ്. സോ അനിമൽസിന് അതിൻ്റെതായ ഒരു ഫ്രീഡം ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ചില മൃഗങ്ങളൊക്കെ നാട്ടിലില്ലാത്ത മൃഗങ്ങളായിരുന്നു കേട്ടോ. ഈ റൈനോ ഒന്നും ഞാൻ നാട്ടിൽ ഇതുവരെയും കണ്ടിട്ടില്ല. അപ്പോൾ ഇതൊക്കെ എനിക്കൊരു വെറൈറ്റി ആയിരുന്നു. ഇതിനൊക്കെ കാണുമ്പോൾ ഹായ് ഇത് കൊള്ളാലോ, ഞാൻ TV-യിലൊക്കെ കണ്ടിട്ടുള്ളൂ, ഇപ്പോൾ ഇത് നേരെ കാണാൻ പറ്റിയില്ലോ, അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ ഇത് കണ്ടപ്പോൾ. അങ്ങനെ സീബ്രേനെയും ഇവിടെ കാണാൻ കിട്ടിയിട്ടോ. ഇതേപോലെ മെക്സിക്കോയിൽ ഒരു പാർക്കുണ്ട്, എക്സ്കാരറ്റ് പാർക്ക്. അത് വൺ ഓഫ് ദ ബെസ്റ്റ് പാർക്ക് ഇൻ ദ വേൾഡ് ആട്ടോ. കാരണം അവിടെ കിഡ്സിന് തുടങ്ങി മുതിർന്നവർക്ക് വരെ എൻജോയ് ചെയ്യാൻ പറ്റിയ എല്ലാം അവിടെ ഉണ്ട് കേട്ടോ. ഞാൻ നാട്ടിൽ പോയിട്ട് ഇന്നേക്ക് 3 വർഷമായിട്ടോ. എൻ്റെ അനിയത്തിനെ ഫൈനലി എനിക്ക് ഇങ്ങനെയെങ്കിലും കാണാൻ സാധിച്ചല്ലോ എന്നാണ്. എന്ത് രസമാണെന്ന് നോക്കിക്കേ, എൻ്റെ ചുഞ്ചിരി വാവ അവിടെ ഇരുന്ന് എന്തെങ്കിലും വെട്ടിക്കൊണ്ടിരുന്ന് തിന്നോളും. പറഞ്ഞ പോലെ ഞാനും എൻ്റെ അനിയത്തി തമ്മിൽ 10 വർഷത്തിൻ്റെ ഏജ് ഗ്യാപ്പ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ എപ്പോൾ നോക്കിയാലും തമ്മിത്തല്ലും വഴക്കുവാട്ടോ ഫുൾ ടൈം. അവൾ നാട്ടിലാണെങ്കിൽ പോലും ഒരു ദിവസമെങ്കിലും അവളെ വിളിച്ച് വഴക്കുകൂടാതെ ഞങ്ങൾ 2 പേരും ഉറങ്ങില്ല. അങ്ങനെയാണ് ഞങ്ങൾ 2 പേരും. പിന്നെ എവിടെയും കാണാത്തൊരു കാഴ്ചയായിരുന്നു കേട്ടോ ഞാൻ പെൻഗ്വിൻസ്.
കുഞ്ഞി 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 പെൻഗ്വിൻസ്. ഇവർ കാണാൻ തന്നെ ഭയങ്കര ക്യൂട്ടായിരുന്നു. ആ നടത്തം തന്നെ കണ്ടില്ലേ, കുടുകുടുകുടു എന്ന് പറഞ്ഞിട്ട്. ഇവർക്ക് നല്ല തണുപ്പ് വേണ്ടതുകൊണ്ട് ആ ടെമ്പറേച്ചറിലാട്ടോ ഇവരെ അങ്ങ് വച്ചിരുന്നത്. പിന്നെ ഈ സൂ മെയിൻലി കിഡ്സ് സോൺ ആയതുകൊണ്ട് തന്നെ കുറേ കിഡ്സ് ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എല്ലാ ആക്ടിവിറ്റീസ് ചെയ്യണമെങ്കിലും നമുക്ക് എക്സ്ട്രാ ക്യാഷ് കൊടുക്കണമായിരുന്നു. എനിക്ക് പണ്ട് മുതലേ ഫിയർ ഓഫ് ഹൈറ്റ്സ് ഭയങ്കര കേട്ടോ എൻ്റെ ഉള്ളിൽ. ഈവൻ ഒരു സ്റ്റെപ്സിൽ റെയിലിങ്സ് ഇല്ലെങ്കിൽ പോലും എനിക്കത് കയറാനോ ഇറങ്ങാനോ പറ്റില്ല. അത് ഞാൻ അങ്ങ് അള്ളിപ്പിടിച്ച് കയറും. കണ്ണടച്ചിട്ടേ ഞാൻ പിന്നെ ഇറങ്ങുള്ളൂ. അത്രയ്ക്കും എനിക്ക് തല കറങ്ങും എനിക്കത് കാണുമ്പോൾ തന്നെ. ഞങ്ങൾക്ക് രണ്ടാൾക്കും സിംഹത്തിനെ കാണാൻ പറ്റിയില്ലെങ്കിലും പുലിയെ കാണാൻ പറ്റിയിട്ടോ. സിംഹം എന്താണെങ്കിലും ഇന്നത്തെ ദിവസം ഉറങ്ങുമായിരുന്നു. പക്ഷേ പുലി എന്തോ തണലിലോട്ട് വന്നെങ്കിലും കാണാൻ പറ്റി. പിന്നെ ഇന്നത്തെ മെയിൻ ഹൈലൈറ്റ് ഇവനായിരുന്നു കേട്ടോ. കാരണം ഒട്ടും പ്രതീക്ഷിക്കാതെ ഇവൻ്റെ ലൈവ് ഡാൻസ് കാണാൻ സാധിച്ചു കേട്ടോ. പണ്ടൊക്കെ എനിക്ക് മയിൽപ്പീലി കിട്ടുമ്പോൾ ഞാനത് സൂക്ഷിച്ച് പുസ്തകത്തിൻ്റെ ഇടയിൽ ഒളിപ്പിച്ച് വയ്ക്കായിരുന്നു കേട്ടോ. കാരണം എന്നോട് ആരൊക്കെയോ പറഞ്ഞിട്ടുണ്ടായി, ആ ഒരു മയിൽപ്പീലി നമ്മൾ പുസ്തകത്തിൻ്റെ ഉള്ളിൽ കുറേ നാൾ വയ്ക്കുമ്പോൾ അത് ഇരട്ടിയാവുമെന്ന്. ഇന്നേ വരെ ഞാനത് ഇരട്ടിയായിട്ട് കണ്ടതുമില്ല. പക്ഷേ മയിൽപ്പീലി അങ്ങനെ ഉണ്ട് താനും. നിങ്ങളിൽ ആരെങ്കിലും എന്നെപ്പോലെ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നോ? ഇതൊക്കെ നമ്മുടെ 90s കിഡ്സിൻ്റെ മാത്രം ഒരു നൊസ്റ്റാൾജിയ കേട്ടോ. ഞാൻ എൻ്റെ അനിയത്തിനോട് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറയുവാണെങ്കിൽ അവളങ്ങ് കിടന്ന് ചിരിക്കും. കാരണം അവൾക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല. അവളൊരു ജെൻസീസ് കിഡാട്ടോ. എന്താണെങ്കിലും ഇവൻ്റെ ഈ പെർഫോമൻസ് കണ്ട് ഞാൻ 100% ഇംപ്രസ്ഡ് ആയിട്ടോ. ഇത് അപൂർവങ്ങളിൽ അപൂർവമായുള്ളൊരു കാഴ്ചയാണ്. അപ്പോൾ അത് പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഈ സൂ കുറേ ഏക്കറോളം ഉള്ളതുകൊണ്ട് തന്നെ ഇവിടെ കുറേ ഷോപ്സ് ഇടയ്ക്കിടയ്ക്ക് വെച്ചുണ്ട് കേട്ടോ. നമുക്ക് എന്ത് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും പോയി വാങ്ങിക്കാൻ പറ്റും. നെക്സ്റ്റ് സൂവിൽ മെക്സിക്കോ സ്റ്റൈലിലൊരു മായൻ റിവർ ഫോൾസ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ മെക്സിക്കോ സ്റ്റൈലിൽ അഡാപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ കഴിഞ്ഞ വർഷം മെക്സിക്കോ പോയതുകൊണ്ട് തന്നെ അതിനോട് കുറച്ചും കൂടി കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടോ. നമുക്കിവിടെ സമ്മർ മാത്രമല്ല, സമ്മർ ഒരു 3-4 മാസം ഉണ്ടെങ്കിലും ബാക്കി എല്ലാ മാസങ്ങളിലും കുറച്ചധികം തണുപ്പായിരിക്കും. വിൻ്റർ ആയണം ഇവിടെ മെയിൻ കൂടുതൽ. അപ്പോൾ നോക്കുവാണെങ്കിൽ ഇവിടെ പോളാർ ബിയറും കൂടി ഉണ്ടായിരുന്നു. ഇവർക്ക് മെയിനായിട്ട് വേണ്ടത് തണുപ്പായതുകൊണ്ട് തന്നെ ഇവരുടെ ടെമ്പറേച്ചർ അങ്ങനത്തെ ഉള്ള രീതിയിലാട്ടോ സെറ്റാക്കിയിരിക്കുന്നത്. അതുകൊണ്ടാണ് മെയിനായിട്ട് ഗ്ലാസ്സിൽ കവേർഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ സൂവിൻ്റെ ചില പാട്ട് കാണാൻ ഭയങ്കര ഫൺ ആൻഡ് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ചില വൈൽഡ് ലൈഫ് ബേർഡ്സ്, ക്രീച്ചേഴ്സ് ഒന്നും നമ്മൾ ഇതുവരെയും കാണാത്ത ടൈപ്പൊക്കെ ആയിരുന്നു കണ്ടത്. നാട്ടിൽ എൻ്റെ വീട് മലപ്പുറം ആയതുകൊണ്ട് തന്നെ അവിടെ കുറേ ഇങ്ങനെ ദുബായ് ആക്ടിവിറ്റീസ് ബേസ്ഡ് ആണ്. അവിടെ ഇങ്ങനെ മോളിലൊക്കെ പോകുമ്പോൾ അവിടെ പുറത്ത് ക്യാമൽ റൈഡൊക്കെ അവൈലബിൾ ആയിരിക്കും. ഇവിടെ കിഡ്സിനുള്ള സെപ്പറേറ്റ് സ്പ്ലാഷ് ഏരിയയും കൂടി ഉണ്ട് കേട്ടോ. പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കിതൊരു നല്ല എൻജോയ്മെൻ്റ് ആണ്. അങ്ങനെ ഫൈനലി സൂ ഒക്കെ കണ്ട് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. ഐ ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ് ദ വീഡിയോ. ബൈ.